കോൺഗ്രസിനകത്ത് നട്ടലുള്ള തന്റെ ഇടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് സുധാകരനല്ലെങ്കിൽ മാർട്ടിനല്ലെങ്കിൽ അങ്ങനെ ആരും കടന്നു വരും. ആരും മോശക്കാരല്ല. നമുക്ക് മനക്കരുത്തുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. നമുക്കിതൊരു പുതിയതല്ല. നമുക്കൊരു ആവർത്തനം മാത്രമാണിത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്രയോ കാലമായി ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണ് ഈ സ്ഥലം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അവർ ഈ അക്രമമെല്ലാം കാണിച്ചിട്ടും ഈ പ്രദേശത്ത് CPM വളർന്നോ തളർന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കണം. ഗോവിന്ദൻ മാസ്റ്ററുടെ നിയോജക മണ്ഡലം ആണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ഭൂരിപക്ഷമാണ്, 9,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എനിക്ക്. ഗോവിന്ദൻ മാസ്റ്റർ നിയോജക മണ്ഡലമാണ്, 100 വേണം. അവർ താഴോട്ടാണോ അവർ മുകളിലോട്ടാണോ? എന്തുകൊണ്ടാണ് അവർ താഴോട്ട് പോകുന്നത്? നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിധിയില്ലേ ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ. അതുകൊണ്ട് അവർ നടത്തുന്ന അക്രമങ്ങൾ അവരെ താഴോട്ട് കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അവരമർന്നിട്ടേ ഉള്ളൂ. അവർ ഈ പാർട്ടിയിനകത്ത് ഒരുപാട് സ്വാധീന മേഖല നഷ്ടപ്പെട്ട ആ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഭയപ്പാടുമില്ല. ജനം നമ്മോടൊപ്പമുണ്ട്. മനുഷ്യത്വമുള്ള ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസമുള്ള സമ്പന്നരായ ആളുകളാണ് നമ്മുടെ നാട്ടുകാർ. അവർക്കെല്ലാം പൊളിറ്റിക്സ് അറിയാം. ആ പൊളിറ്റിക്സ് അറിയുന്നവർക്കറിയാം CPMന്റെ അക്രമത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ഒരു അസ്തിത്വത്തിന്റെ അടിസ്ഥാനം എന്നവർക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആർക്കും അവരെ ഭയപ്പാടൊന്നുമില്ല. ഇത്രയും സംഭവം നടന്നിട്ട് നമ്മൾ ആളുകൾക്ക് ആർക്കെങ്കിലും ഭയപ്പാടുണ്ടോ? ആശങ്കയുണ്ടോ? ആരെങ്കിലും ഭയപ്പെട്ട് മൂലക്ക് കുത്തിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും പോകുന്നില്ലേ? എന്തുകൊണ്ടാ? നമുക്കതിനുള്ള കരുത്തുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകന്മാർക്കും അതിനുള്ള മനക്കരുത്തുണ്ട്. ആ മനക്കരുത്തുമായി നമ്മുടെ കുട്ടികൾ വീണ്ടും മുമ്പോട്ട് പോകും. ഇവരുടെ ഈ അക്രമത്തെ നമ്മൾ ചെറുക്കും. തിരിച്ചടിക്കേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ മടിക്കില്ല. ഞങ്ങളെ തല്ലും കൊണ്ട് നിൽക്കുന്നൊന്നും CPM-കാർ കരുതണ്ട. CPM-കാരെ തല്ലണ്ട ആളെല്ലാം കോൺഗ്രസിന്റെ അകത്തുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ അത് നടത്താനുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനുണ്ട്. ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക്. അത് വേണമെങ്കിൽ ഇനിയൊരു ആവർത്തനം വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മണിക്കൂർ കൊണ്ട് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ ഞാൻ പിരിച്ചുവിടും. ഭദ്രമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭദ്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പല്ലേ, ഇത്രയും ഒരു രാഷ്ട്രീയ അക്രമം കാണിക്കുന്ന ഒരു പ്രദേശത്ത് അതിനെ എല്ലാം മറികടന്നിട്ട് ഒരു ഡിവിഷനെങ്കിലും ജയിച്ചില്ലേ? ഒരു ഡിവിഷൻ ജയിച്ച ചെറിയ കാര്യമാണോ? അപ്പൊ ഒരു ഡിവിഷൻ ജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് 2 ആയിക്കൂടാ? എന്തുകൊണ്ട് 3 ആയിക്കൂടാ? അതൊരു ചോദ്യമാണ്. ജനങ്ങളെ മുമ്പിൽ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി ജനങ്ങളെ മുമ്പിൽ നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തി ആളുകളെ കൂടെ ജനാധിപത്യപരമായ ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കും. അതൊന്നുമില്ല. അതിനൊക്കെ പുതിയ പൊതുമുഖങ്ങളൊക്കെ കടന്നു വരും. ഇതിനകത്ത് കോൺഗ്രസിനകത്ത് നട്ടലുള്ള തന്റെ ഇടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് സുധാകരനല്ലെങ്കിൽ മാർട്ടിനല്ലെങ്കിൽ അങ്ങനെ ആരും കടന്നു വരും. ആരും മോശക്കാരല്ല. നമുക്ക് മനക്കരുത്തുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇല്ലെങ്കിൽ കണ്ണൂർ ജില്ല പോലത്തെ ഒരു ജില്ലയിൽ എല്ലാ നേതാക്കന്മാരും മനസ്സുകൊണ്ട് കരുത്തുള്ളവരാണ്. ആ കരുത്തുള്ളവർക്ക് നാളെ 10 ആൾ കൂടെ നിന്നാൽ അവരെന്തിനും നിൽക്കും, മുമ്പിൽ അവരെന്തിനും നയിക്കും. ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. ഞങ്ങൾ CPMന്റെ എല്ലാ അക്രമത്തെയും അതിജീവിച്ച് ഉറപ്പായിട്ടും ഇനിയൊരു കലാപം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവും. അത് ഞാൻ അടിവരയിട്ട് ഞാൻ പറയാം.